ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ചിന്താമണി യോഗവിദ്യ മന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതായ ചിന്താമണി യോഗവിദ്യയിലൂടെ മനസ്സിൻ്റെ അഭീഷ്ടങ്ങളും ജീവിത ലക്ഷ്യങ്ങളും എങ്ങനെ നേടിയെടുക്കാമെന്ന് ക്രമമായി പറയുകയാണ് നമ്മൾ ചാനലിൻ്റെ ആദ്യഘട്ടത്തിൽ ചെയ്തത്. ചിന്താമണി യോഗവിദ്യ എന്താണെന്നുള്ളതിൻ്റെ ഒരു വിവരണം ആരംഭകാല വീഡിയോകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാരതീയ തന്ത്രശാസ്ത്രം അതിൻ്റെ മുഖ്യഭാഗമായ മന്ത്രയോഗ മെഡിറ്റേഷൻ, കൂടാതെ പതഞ്ജലി മഹർഷിയാൽ ആവിഷ്കരിക്കപ്പെട്ട യോഗ വിദ്യ, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട തത്വങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ട ഋഷി പ്രോക്തമായ സമ്പ്രദായമാണ് ചിന്താമണി യോഗമാർഗം. ഈ മാർഗത്തിലെ അനുഷ്ഠാന വിദ്യകൾ ക്രമമായി പരിശീലിക്കുന്നതിലൂടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിവും കാര്യപ്രാപ്തിയും കൈവരികയാണ് ഉണ്ടാകുന്നത്. ഇതിൽ സമന്വയിക്കപ്പെടുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഭാരതീയ മന്ത്രശാസ്ത്രവും അടുത്തത് ഭാരതീയ യോഗശാസ്ത്രവുമാണ്. ഈ മന്ത്രശാസ്ത്രം, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ വിവിധ ഭാവങ്ങൾ, മന്ത്ര പ്രാധാന്യം, മന്ത്ര ഉപാസനയുടെ വിവിധ തലങ്ങൾ, ഇതെല്ലാം വിശദീകരിക്കുന്ന ഭാഗം ആദ്യം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഭാരതീയ യോഗശാസ്ത്രത്തിൻ്റെ ഈ വിഷയത്തിലെ പ്രാധാന്യം, നമ്മുടെ ചിന്താമണി യോഗവിദ്യയിൽ ഭാരതീയ യോഗശാസ്ത്രം എപ്രകാരമാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു വിശദീകരണം. ഇങ്ങനെ മന്ത്രവിദ്യയുടെയും യോഗവിദ്യയുടെയും ഈ കാര്യത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ, പ്രാധാന്യങ്ങളെല്ലാം നമ്മൾ മുൻ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അനുഷ്ഠാന തലങ്ങളിലേക്കാണ് ചിന്താമണി യോഗപീഠം ഒടുവിൽ ചെയ്ത വീഡിയോകളിൽ പറയുന്നത്. മന്ത്ര ഉപാസനയിലൂടെ ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തിയുടെ നിലവാരം വളരെ വർദ്ധിപ്പിക്കുകയും മന്ത്ര ഉപാസനകളിലൂടെ ഉപബോധ മനസ്സിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുകയും മന്ത്രോപാസനയുടെ നിലവാരത്തിൽ യോഗവിദ്യ കൂടി സമന്വയിക്കപ്പെട്ട് അതിൻ്റെ അതിസൂക്ഷ്മമായ പ്രത്യേകതകൾ പൂർണ്ണമായി ആവിഷ്കരിക്കുന്ന വിധാനമാണ് പറയുന്നത്. വളരെ ദീർഘമായ ഒരു കാലയളവിൽ യോഗശാസ്ത്രം അവലംബിച്ചുകൊണ്ട് ഏകാഗ്രതയെ പരമമായി വർദ്ധിപ്പിച്ച് മന്ത്രോപാസന ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ബോധമണ്ഡലം കൂടുതൽ വിപുലീകൃതമാവുകയും അസാധാരണമായ വ്യക്തിഗുണങ്ങൾ, ഏകാഗ്രതയുടെ പരമമായ നിലവാരം, പ്രത്യേകമായിട്ടുള്ള ഒട്ടേറെ ഗുണങ്ങൾ ആ വ്യക്തിയിൽ സാവധാനം വളർന്ന് വികസിക്കുകയും ചെയ്യുമെന്ന് പുരാതന ഋഷിമാർ, ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ പരിശീലനമാണ് നമ്മൾ ഒടുവിൽ ചെയ്ത വീഡിയോകളിൽ പറയുന്നത്. മന്ത്ര ഉപാസനയിൽ ഗണേശ മന്ത്ര ആരാധന അഥവാ ഗണപതി മന്ത്രത്തിൻ്റെ ഉപയോഗമാണ് തുടക്കത്തിൽ പറഞ്ഞു നിർത്തിയത്. തുടർന്നങ്ങോട്ട് ഭാരതീയ മന്ത്രവിദ്യയുടെയും യോഗശാസ്ത്രത്തിൻ്റെയും
സമന്വയമായിട്ടുള്ള വ്യക്തമായ ഉപയോഗം നമ്മൾ വരാനിരിക്കുന്ന വീഡിയോകൾ തുടരെ ഇടുന്നതാണ്. എല്ലാവരും കാണുക. നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.